നമസ്കാരം. നമ്മൾ പലപ്പോഴും ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറുണ്ട്. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഓട്സ് കഴിക്കാറുള്ളത്. അപ്പോൾ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ പലരും അത് കുറുക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ കുറുക്കി കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് അത് ദോശയാക്കിയിട്ടോ അല്ലെങ്കിൽ പുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്മാവൊക്കെ ആക്കിയിട്ട് ഓട്സ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓട്സ് ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഓട്സ് ആണ്. ഇപ്പോൾ 1/2 കപ്പ് ഓട്സ് ആണുള്ളത്. ഇത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ മുഴുവനോടുള്ള ഓട്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. റോൾഡ് ഓട്സ്. നമ്മൾ ഈ മുഴുവനോടുള്ള ഓട്സ് കഴിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വയറിന് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. നമുക്കിത് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റാം. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് ഓട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്ര ഓട്സ് എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ഈ ഉപ്മാവിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഓട്സിന്ന് റോസ്റ്റ് ആവണ സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കണേ. പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് യൂസ് ചെയ്യണേ. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും മതി. ഞാനൊരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പച്ച കപ്പലിൻ്റെയും ചേർക്കുന്നുണ്ട്. ഈ ഉപ്മാവിൻ്റെ ഇടയിൽ ഈ കപ്പലിൻ്റെ കടിക്കാൻ കിട്ടിയ നല്ലൊരു ടേസ്റ്റാണ്, അതിനാണ് ഞാൻ ചേർക്കണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഏറ്റവും ലോയിലാണ് ഇട്ടിരിക്കണേ. ഇനി ഈ കപ്പലിൻ്റെ ഒക്കെ പെട്ടെന്ന് ആയി കിട്ടും. നമ്മൾ ഓൾറെഡി നേരത്തെ ഫ്ലെയിം ഓൺ ആയിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കപ്പലിൻ്റെയും കാഷ്യും ഒക്കെ ആയി കിട്ടും. നമ്മളിത് ഓവറായിട്ട് കപ്പലണ്ടി ആവാൻ നിൽക്കണ്ട, കാരണം ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് പച്ചമുളകാണ്. 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു സവാള അരിഞ്ഞതും 1 ക്യാരറ്റ് അരിഞ്ഞതും ചേർത്തു. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് മൂത്ത് വരണം. ഒരു 10 മിനിറ്റ് മതി ശരിക്കും നമുക്ക് ഈ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തു. ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരണം. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കണേ. 1/2 കപ്പ് ഓട്സ് ആയിരുന്നു ചേർത്തിരുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് വെള്ളം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. 1/4 കപ്പ് കപ്പലണ്ടി ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓട്സ് ആണുള്ളത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഓട്സ് ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ ഒരു 3-4 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം.
2-3 മിനിറ്റ് ആയി. ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നു. ഇത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന പൊടിയായിട്ടുള്ള ഓട്സിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വേവ് കൂടുതലാണ് റോൾഡ് ഓട്സിന്. ഇനി ഇതിലേക്ക് ഒരു പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ സാധാരണ എല്ലാത്തിലും നാളികേരം ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ നാളികേരം ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിയാണ്ട് നോക്കാം. നമ്മുടെ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഞാനൊക്കെ പൊതുവെ ഉപ്മാവിൽ ലാസ്റ്റ് ഒരു തുള്ളി നെയ്യ് ഒഴിക്കും. നമ്മൾ നെയ്യ് ചേർത്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. എങ്കിലും അത്രയൊന്നുമില്ല, ഒരു 2 തുള്ളി നെയ്യ് വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അധികം കുഴച്ചെടുത്തിട്ടില്ല. ഓരോ ഓട്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന മാതിരിയാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി. ഇതിപ്പോൾ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. ഇത് തൈരോ അല്ലെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനു മുമ്പും ഞാൻ പലതരത്തിലുള്ള ഉപ്മാവുകളുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.